സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. അവിടെ വരെ എത്തിയിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ഉറങ്ങുന്നവർക്ക് ഉറക്കം നടിക്കുന്നവർക്ക് ഇത്തരം പ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ട്. ഒരു 5 സ്റ്റാർ ക്ലബ്ബാണ് അമ്മ എന്ന് പറഞ്ഞത്. വെറും ഒരു സംഘടനയല്ല. ചില സംഘടനകളിൽ മേലെ ഇരിക്കുന്ന ചേട്ടന്മാരുടെ കുപ്പായൊക്കെ ഞാൻ കണ്ടതാണ്. ഏതായാലും ഇതൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഭാഗത്ത് തന്നെയായിരിക്കും 100% ശരി. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ വിഷയമല്ല. നമസ്കാരം. ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. പിന്നീട് സിനിമാ മേഖലയിൽ സംഭവിച്ചത് വലിയ ചർച്ചയാവുന്നു. ഇപ്പോൾ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു. കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി മലയാള സിനിമയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇത്തവണയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു. എന്നും താരസംഘടനയൊപ്പം നിന്ന് താരസംഘടനയ്ക്ക് വേണ്ടി എന്നും പൊരുതിയ ഒരു വ്യക്തിയാണ് ഉണ്ണി ശിവപാൽ. അദ്ദേഹമാണ് ഇപ്പം എന്നോടൊപ്പമുള്ള. നമസ്കാരം. നമസ്കാരം. എന്താണ് മലയാള സിനിമ? നിങ്ങളൊക്കെ എന്താക്കണോ മലയാള സിനിമയെന്ന് ആദ്യം അറിയട്ടെ. നിങ്ങളവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു എന്നുള്ളൂ. നമ്മളവിടെ നിന്നും ഉണ്ടാവുന്നില്ല. പല സ്ഥലത്തു നിന്നായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ അമ്മയിലേക്ക് വരുന്നു. അത് അമ്മയുടെ മെമ്പേഴ്സ് ആയതുകൊണ്ട് അത് അമ്മയ്ക്കും ഒരു ബേർഡനായി മാറും. നമുക്ക് മനസ്സ് തുറന്ന് തന്നെ സംസാരിക്കണം. ഉറപ്പാണ്. അവസാനം ഇപ്പോൾ സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. അവിടെ വരെ എത്തിയിരിക്കുന്നു അല്ലേ? അവസാനമല്ല, ഏതിൻ്റെയോ തുടക്കത്തിൽ. അപ്പോൾ ഇനിയുമുണ്ട്, രാജികൾ ഉണ്ടാകാം. അപ് ടു എനിക്കറിയത്തില്ല. ബേസ്ഡ് ഓൺ ദി സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. തുടക്കം എന്ന നിലയിൽ സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. ഞാൻ അവസാനം എന്ന് പറഞ്ഞത് കുറേ ദിവസങ്ങളായി നിർന്ന പരാതിയിൽ അവസാനം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തുടക്കം ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത്തരമൊരു സംഭവം താരസംഘടനയിൽ ഉണ്ടാകുമ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള താങ്കൾ ഉൾപ്പെടുന്ന അഭിനയിക്കുന്ന ആളുകൾക്കെല്ലാം ബാധകമാകുന്നു. എവിടെയോ നിങ്ങൾക്ക് മഴയത്ത് നിൽക്കുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പരാമർശം കേട്ടാൽ നമ്മളെല്ലാം ഞെട്ടിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാകുക. ഉണ്ണി ഉൾപ്പെടെ അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇതൊക്കെ സിനിമാ മേഖലയിൽ ഉണ്ടാകാറുണ്ടോ? അമ്മ ഇതിലൊക്കെ എങ്ങനെയാണ് നടപടി എടുക്കാറുള്ളത് സാധാരണ? ഇപ്പോൾ സംഭവിക്കുന്ന അമ്മയെ മാത്രമല്ലല്ലോ. താങ്കൾ പറഞ്ഞത് സിദ്ദീഖ് ഭായി എന്ന് പറഞ്ഞ അമ്മയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും ഞാൻ ആ പോസ്റ്റിന് വേണ്ടി മത്സരിച്ചു. അദ്ദേഹം ജയിക്കുന്നു. അതിന് ഫുൾ സപ്പോർട്ട് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കും സംഘടനയും കൊടുത്തു പോരുന്നൊരു വ്യക്തി എന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഡിഫറൻറ്റാണ്. പക്ഷെ മലയാള സിനിമയെ മൊത്തം ബാധിക്കുന്ന വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അമ്മയെ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുള്ളതിൽ എന്നോട് തന്നെ എനിക്കുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. അതിൽ വേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ അഭിനേതാവെന്ന നിലയിൽ ഞാനും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിർമ്മാതാക്കളും സംവിധായകരും മറ്റെല്ലാ സാങ്കേതിക പ്രവർത്തകരും അടങ്ങുന്നൊരു വിഷയമായതുകൊണ്ട് ഏതായാലും ഇതൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ തുടക്കം നമ്മൾക്ക് പറയുകയാണെങ്കിൽ WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാവുന്നു. വുമൺ ഇൻ കളക്റ്റീവ് സിനിമ മാത്രമല്ല എല്ലാ ഏരിയയിലുള്ള ആൾക്കാരുണ്ട്. കാരണം വിധു വിൻസെൻ്റ് പോലെ നമ്മൾ പരിചയക്കാരിയായിട്ടുള്ള ആൾക്കാരൊക്കെ ആ മെമ്പറായിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ, ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു അവരുടെ തീരുമാനങ്ങൾ വെറും അഭിനേതാക്കൾ മാത്രം ഫോക്കസ് ചെയ്യണമെന്നില്ലായിട്ടില്ല. പിന്നെ ആ സംഘടന എത്രമാത്രം വലുതായി എത്രമാത്രം പുതിയ മെമ്പേഴ്സിനെ എടുത്തു എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഒരു ജനറൽ ബോഡിയിൽ തന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു മെമ്പർ, അവിടെയുള്ളൊരു മെമ്പറായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു മെമ്പർ വന്ന് പറയുകയും അമ്മൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ട് മറ്റുള്ള മെമ്പേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീകളെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ സംഘടനയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം അതിലും കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പം എനിക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഏത് ഭരിക്കുന്ന നേതാവും എൻ്റെയും കൂടി നേതാവാണ്. ഇപ്പം നമ്മുടെ ഭരണസമിതിയെ തന്നെ, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ ഈ ഭരണസമിതിയെ തന്നെ കുറ്റം പറയുന്നൊരു വിഷയത്തിൽ വന്നു. പക്ഷേ അവരെത്രമാത്രം തെറ്റിയതും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലോകത്ത് തന്നെ ഒരു തുടക്കത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൽ സൊല്യൂഷൻ നോക്കുമ്പോൾ നാളെ തന്നെ സൊല്യൂഷൻ വേണം, ഇന്ന് തന്നെ സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഒരുപാട് പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളാണല്ലോ പോപ്പപ്പായിട്ട് വരുന്നത്. എന്നെപ്പോലത്തെ പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം വൈത്താഴെ. അപ്പം അവർ പോപ്പപ്പാവുന്ന നാളെ രാവിലെ തന്നെ ഉത്തരം പറ അവരെന്ന് പറയാം. അവർക്ക് പറയാൻ പറ്റില്ല. അവർ സമയം കാര്യം നോക്കിയിട്ട് തന്നെ പറയാം. അപ്പോൾ അതിന് പക്ഷപാതമൊന്നുമില്ല. വേദനകളും പ്രശ്നങ്ങളും ഉണ്ട്, എല്ലാവർക്കും പറഞ്ഞ് ഇത് കലങ്ങി തെളിയേണ്ട ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളുള്ളത്. അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകണമെന്നുണ്ട്. ആ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മീഡിയൻ്റെ മുന്നിലും എൻ്റെ സുഹൃത്തിൻ്റെ മുന്നിലും ഇത് സംസാരിക്കാനും വന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് പോസിറ്റീവായി പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഏത് നമുക്ക് മനസ്സിലാകും. താരസംഘടന അമ്മയിൽ തന്നെ നമുക്ക് നിൽക്കാം. മറ്റ് മേഖലയിലുണ്ട്. താരസംഘടന അമ്മയിൽ ഒരു ഏകാധിപത്യ ഭരണമുണ്ട്. അത് ഇന്ന് മാത്രം തുടങ്ങിയ, ഇതിനു മുമ്പും ഏകാധിപത്യ ഭരണമുണ്ട് എന്ന് തന്നെയാണ് പല ആളുകളും നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ ഉണ്ണി ശിവപാൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അതൊന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നല്ലതാണെങ്കിൽ പോലും അവർ പറയുന്നത് വേണ്ട, ഉണ്ണിയാണ് പറഞ്ഞത് വേണ്ട, അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനമുണ്ടോ? ഇതൊക്കെ നടക്കുന്നു എന്ന് പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? അമ്മയിൽ ഇത് മാത്രമല്ല പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ സംഘടനയുള്ള പോലെ. നമ്മുടെ ഇതിലൊരു ഹൈറാർക്കി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ തന്നെ ഹൈറാർക്കി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഉണ്ട്. പുരുഷന്മാർക്ക് നേരത്തെ പ്രശ്നമുണ്ട് പറഞ്ഞാൽ ഞാനും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ എന്നെ കാണുമ്പോൾ എനിക്കൊരു ഐ കോൺടാക്റ്റ്, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും തരാത്ത അനുഭവം എനിക്ക് അമ്മയിലുണ്ടായിട്ടുണ്ട്.
എൻ്റെ വിഷയമല്ല, ഞാൻ ഐ കോൺടാക്ട് കൊടുക്കില്ല. കാരണം അമ്മയിൽ വന്നു കഴിഞ്ഞാൽ ഞാനും അദ്ദേഹത്തെ പോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് അഹംഭാവമില്ല, എനിക്ക് സിംപ്ലിസിറ്റി ഉണ്ട്, ഹംബ്ലി ആവാനാവും. അപ്പോൾ അത് ഈ സിനിമയുടെ പൊതുവെയുള്ള രൂപമായതുകൊണ്ട് ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ. അത് വേദനയെ കൊണ്ടു കിടക്കുന്ന ആളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. സംഘടനയിൽ അതുപോലെ കുറേ മാറ്റമുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒറ്റപ്പെടുത്തി എന്നെ ോട് പെരുമാറിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വേദിയിൽ സംസാരിക്കുന്നില്ല, മാറി നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് താങ്കൾ പറയുന്നതിന് വൈസ് വേഴ്സ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം കൊടുക്കുമ്പം ഉണ്ണി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആയോ എന്ന് ചോദിച്ച ആൾക്കാർ അവിടെ ഉണ്ട്. അത് വിഷയമല്ല, ഒന്നുകിൽ ഞാൻ മത്സരിക്കാതിരിക്കണം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇനി വരുന്ന ആൾക്കാർക്ക് ഒരു വഴി തുറന്നിടുക എന്നുള്ളതാണ്. എൻ്റെ ജയം എൻ്റെ വിഷയമല്ല. ഓക്കെ, ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി അത്ര ആയോ ചോദിക്കുന്നവരുടെ എനിക്ക് വോട്ട് കിട്ടാതിരിക്കാം, പല കാര്യങ്ങളാണ്. പക്ഷേ അവിടെ ആ ഇലക്ഷൻ്റെ സമയത്ത് ലാസ്റ്റും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ഞാനത് പറയണല്ലോ, എൻ്റെ വേണ്ട വേദികളിൽ ഞാൻ സംസാരിക്കും. എനിക്ക് വേണമെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ വരെ അവിടെ നടന്നുവെങ്കിലും ഞാൻ പിന്നെ അത് ന്യൂട്രൽ ചെയ്തതാണ്. അത് സർവ്വസഹയല്ല, അതിൻ്റെ അർത്ഥം എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറുമോ ബ്രദർ? അതുകൊണ്ട് എനിക്ക് നോമിനേഷൻ കൊടുക്കാം, ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്നു പറയുന്ന സന്തോഷത്തിൽ നിന്നെയാണ്. അങ്ങനെ പുതിയതായിട്ടൊരു വൈസ് പ്രസിഡൻറ്റും അതുപോലെ കടന്നു വരുന്നു. പല ആൾക്കാരും അതുപോലെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. സ്വമേധയായി വരുന്നുണ്ട്, ഗ്രൂപ്പായി വരുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെയൊക്കെ കാലഘട്ടം മാറി എന്നാണ് വിശ്വസിക്കുന്നത്. അത് മാറും. ഇനി ഇപ്പോൾ അമ്മയിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതും ഒരു മാറ്റത്തിന് തുടക്കമല്ലേ. നമ്മൾ ഇരയും വിക്ടിമും വേട്ടയാട് എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ മീഡിയയിലും മറ്റൊക്കെ പറയുന്ന ഭാഷകളാണ്. ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളല്ല. വിഷയമുണ്ട്, ഈ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തും നമ്മളൊരു നിയമസംഹിതയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ആ നിയമത്തിൻ്റെ മുന്നിൽ അത് പോരാടുമ്പോൾ ആര് ജയിക്കുമെന്ന വിഷയമല്ല. പക്ഷേ ഏതൊരു സ്ത്രീക്കും ഇന്ന് മലയാള സിനിമ നമ്മൾ കൊടുക്കുന്നൊരു പ്രോമിസ് വേണ്ടത്, കാരണം നമ്മളും സിനിമയുടെ ഭാഗമായി ജീവിക്കുകയാണ്. അവർക്ക് പറയാവുന്ന വോയിസുള്ള വേദികളുണ്ട്, അതില്ല ഇതുണ്ട്, നമ്മളത് ഒപ്പിച്ചൊന്നും പറയേണ്ട കാലഘട്ടമല്ല. അതുണ്ടാവണം എന്നില്ല തന്നെയാണ്. അത് ഏത് ബ്രാൻഡ് വിലയാണ്, WCC ആവട്ടെ, അമ്മയാവട്ടെ. ഇനി അമ്മയിൽ തന്നെ ഇങ്ങനൊരു വേറൊരു വിങ് ഉണ്ടായാലും അതുണ്ടാവണം, അതിൻ്റെ തുടക്കമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അമ്മയിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ണി പറയുന്നതിൽ തന്നെ അമ്മയിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുകയാണ്, അവിടെ എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്താൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ അവരെ അടിച്ചിരുത്തുന്ന ഒരു പ്രവണത ഈ പറയുന്ന പവർ ഗ്രൂപ്പിനുണ്ടോ? അമ്മയ്ക്ക് 2 തരം കമ്മിറ്റിയാണ്, അപ്പർ കൗൺസിൽ, ലോവർ കൗൺസിൽ. അങ്ങനെ നമ്മൾ തിരഞ്ഞിരിക്കാം. 11 എക്സിക്യൂട്ടീവും, പ്രസിഡൻറ്റ്, 2 വൈസ് പ്രസിഡൻറ്റ്, ഒരു ജനറൽ സെക്രട്ടറി, ഒരു സെക്രട്ടറി, ഒരു ട്രഷറർ. അങ്ങനെ 6ഉം 11ഉം 17 പേരാണ്. ഈ അപ്പർ കൗൺസിലിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കൃത്യമായി കൊടുത്തില്ല? ഇന്ന് എല്ലാവർക്കും ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ഉറങ്ങുന്നവർക്കും ഉറക്കം നടിക്കുന്നവർക്കും അല്ലേ, ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ അംഗീകരിക്കല്ലോ പോസിറ്റീവായിട്ട്. ഒരു 5 സ്റ്റാർ ക്ലബ്ബാണ് അമ്മ എന്ന് പറഞ്ഞാൽ, വെറും ഒരു സംഘടനയല്ല. എന്തുകൊണ്ടാണ്? അതിൽ താരപരിഭവം നിങ്ങളെല്ലാവരും ചാർത്തുന്ന അതിന് വിലയും തരുന്നുണ്ടല്ലേ. ആ തരുന്ന സംഘടനയ്ക്ക് അതിൻ്റെതായ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരമ്പരാഗതമായി വന്നപ്പോൾ പണ്ട് ഇപ്പോഴും ബ്രിട്ടീഷിൽ റിട്ടേൺ ബൈലോ ഇല്ല എന്ന് പറയുന്നത് പോലെ, ലോകം കാണുന്നത് പോലെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞ് അമ്മ മാറുന്നുണ്ട്. ആ അമ്മയെ എന്ന് സംഘടന ഇത് അമ്മയല്ല അമ്മൂമ്മയാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കരുതിയേക്കുന്നതാണ്. ഓക്കെ, ശരിയല്ലേ? അപ്പം ഞാനും ഏത് പക്ഷത്തിലാണ് നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു പക്ഷമൊന്നും ഇല്ലാത്തതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അമ്മയിൽ ഏകദേശം ഭൂരിപക്ഷം തന്നെ പറയാവുന്ന സ്ത്രീകളാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഈ ചോദ്യം ഉത്തരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ 280ഓളം എറൗണ്ട് വരുന്ന മെമ്പേഴ്സിൽ സ്ത്രീകളിൽ എത്ര പേര് ഈ കമ്മിറ്റിയായിട്ട് വിളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്? അവർക്കും വോയിസ് ഇല്ലേ? അവർ ചിലപ്പോൾ അടിച്ചമർത്തപ്പെട്ടാണ് സമ്മതിച്ചു, അവരൊന്നും പറയാൻ പറ്റില്ല. അവരുടെ വോയിസും കൂടി കേൾക്കണമായിരുന്നു കമ്മിറ്റി. അത് കമ്മിറ്റീൻ്റെ ഡിസ്കഷനാണ്, എൻ്റെ അല്ല, ഡിസ്കഷൻ ഓഫ് ദി ഓഫീസർ അല്ലേ. 23 പേരെ ആണ് ആകെ വിളിച്ചുള്ളൂ. എല്ലാവരും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പല സുഹൃത്തുക്കളായിട്ട് മെമ്പേഴ്സ് എന്നെ വിളിച്ചു, നമ്മളൊന്നും അറിയിച്ചില്ലല്ലോ. അപ്പോൾ അതൊരു തെറ്റ് തന്നെയല്ലേ, അല്ലെങ്കിൽ ഒരു വേദന തന്നെ, അല്ലെങ്കിൽ ഒരു പരിഭവം തന്നെയാണ്. സോ അങ്ങനെ കാണുമ്പോൾ അമ്മ എന്ന സംഘടനയെ അങ്ങനെ ഒറ്റപ്പെട്ട് ആക്രമിക്കുന്നതിനോട് എനിക്കൊരു കാരണമായിട്ടും യോജിയില്ല. പക്ഷേ നമ്മുടെ കമ്മിറ്റിയിലെ ചില ആൾക്കാർ കമ്മിറ്റി എടുത്തൊരു തീരുമാനം, അത് നമ്മുടെ കീ പോയിന്റ്, കമ്മിറ്റി എടുത്ത തീരുമാനം ആരായി പറഞ്ഞാലും ഒരു വ്യക്തിയാണ്, ഇപ്പോഴത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ആരോപിതനാവുന്നു. പണ്ട് നിങ്ങൾ പറഞ്ഞ 2017 അപ്പോൾ അവരെ സെലക്ട് ചെയ്ത് ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, ആ ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേറൊരു എക്സിക്യൂട്ടീവ് മെമ്പർ ഇതെല്ലാം വിയോജിപ്പെടുത്തി ചാനൽ ആ സമയത്ത് തന്നെ റെഡിയാക്കി പറയാമെന്ന് പറയുന്നു. വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ പേര് പറയണം, അതെ പേര് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞ സിദ്ദീഖ് ഇവിടെ പറയുമ്പോൾ നേരെ ജഗദീഷ് അവിടെ പറയും. അതിന് മുന്നേ നമ്മുടെ ഈ ചാനലിലൂടെ ജയൻ ചേർത്തല കമ്മിറ്റി 3 പേരും പറയുന്നു. ചാനലുകാരപ്പം പറയുന്ന അവരെ തെറ്റ് പറയാൻ പറ്റുമോ? ചാനലിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ പറഞ്ഞ് ഞാൻ വിയോജിപ്പെന്ന് ആ കമ്മിറ്റിയിൽ പറഞ്ഞുകൂടെ? അവർക്ക് പറയാം. കമ്മിറ്റിയുടെ കളക്റ്റീവാണ് ഇൻട്രസ്റ്റ് തീരുമാനം എന്ന് പറയാതെ അവിടെ 2 പെൺകുട്ടികൾ വന്നിരിപ്പുണ്ട്. അവരെ കരുതിയേക്കുന്നൊരവസ്ഥ ഉണ്ടായില്ലേ സമൂഹത്തിൽ? ഇല്ല.
ഇല്ലേ, അങ്ങനെയല്ല. കാരണം ഇവർക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ജോമോൾ പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ജോമോൾ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത്. അല്ല, അത് അവരായിട്ട് പറയുന്നു. അല്ല, ഞാൻ അതിന് തിരിച്ചു പറയാം, ആ കുട്ടിയുടെ ഡിസ്കഷൻ അല്ലേ. ഇപ്പം ഞാൻ ഇതിനൊന്നും അത് ശരിയെന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവരുടെ എല്ലാം ഡിസ്കഷൻ അല്ലേ, എല്ലാവർക്കും അഭിപ്രായം പറയാനല്ലേ നമ്മുടെ സമൂഹത്തിൽ. നീ ഇന്ന അഭിപ്രായം പറയാൻ പാടില്ല, നീ ഇന്നത് പറയാൻ പാടില്ല എന്ന് പറയാനല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ കാര്യമല്ലോ, ബയലോ നോക്കി കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡന്റ് ഒരു വനിതയ്ക്കായിരുന്നു. ഈ തവണ വനിതയ്ക്കായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവുണ്ടായിരുന്നു. അത് ക്ലാരിറ്റി തരേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? അത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പം അതിൻ്റെ നോംസിൽ തന്നെ ഇത് എഴുതണമായിരുന്നു, എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇലക്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അതങ്ങനെയല്ല ഇങ്ങനെയല്ല പതിവ് പോലെ പറഞ്ഞു. ഇലക്ഷൻ വന്ന ഫോം പൊളിക്കുന്ന സമയത്താണല്ലോ അടുത്ത നോമിനേഷൻ ഫൈനൽ സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്താണ് ഇലക്ഷൻ നോഡൽ ഓഫീസർ ഉണ്ടാകുമ്പോൾ ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടറിയാം, അവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇഷ്യൂസ് വരും. അപ്പോഴും അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒരു റിവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ റിവ്യൂവിന് പോയിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം അത് ഇഷ്യൂസ് ആവുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ശീലം വെച്ചിട്ട് ഇഷ്യൂ ആവുമ്പോഴും അതിന് പേച്ചടക്കാൻ നോക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. അമ്മയ്ക്ക് ഒരു മെല്ലപ്പോക്ക് നയമുണ്ട് എന്നാണ് പറയുന്നത് പൊതുവെ. ഇപ്പോൾ പല വനിതകളും, ഉർവശി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്ത് ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ മെമ്പറായ എക്സിക്യൂട്ടീവ് മെമ്പർ അൻസിബ പറയുന്നു അമ്മയ്ക്ക് ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ മെല്ലപ്പോക്കാണ്. ശ്വേതാമേനോൻ ഇന്നലെ പറയുന്നു. അപ്പോൾ ഒരു മെല്ലപ്പോക്ക് നയം എന്തിനാണ് അമ്മയ്ക്ക് ഓരോ കാര്യത്തിൽ തീരുമാനം? 2-3 കാര്യമുണ്ട്. നമ്മൾക്ക് ഇതിനു മുന്നേ ഒരു ജനറൽ ബോഡിയിൽ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ള ഒരു തിക്താനുഭവമുണ്ട്. അത് ആദ്യത്തെ അമ്മയുടെ അനുഭവമാണ്, ചരിത്രത്തിലും മലയാള മീഡിയ ചരിത്രത്തിലൊക്കെ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുത്തരം പറയാമെന്നല്ലാതെ കരുതക്കുട്ടി ഒരുപാട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായ? ഒന്നും കൂടി അത് പഠിച്ച് പറയാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ. എല്ലാവരും ഒരു അവൈലബിൾ ആവേണ്ട, ഓൺലൈനിലും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അവൈലബിൾ തൊട്ട് മുന്നേ ഒരു ഷോ നടത്തി. അതൊന്നും അതിനൊരു പരിഹാരമല്ല. അതിനുള്ളിൽ എന്താ പറയാത്തത് പറയേണ്ടതാണ്. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളത് ഇപ്പം നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും. അതിനെ മായ്ക്കാൻ പറ്റുമോ? ഹിസ്റ്ററിയിലേക്ക് ചരിത്രമായി ജയൻ ചേർത്തല പറഞ്ഞതെന്ന് വെച്ചാൽ 19-ാം തീയതി തന്നെ പ്രസ് മീറ്റ് നടത്തണമെന്ന് ആ ഷോയുടെ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. അപ്പം ജഗദീഷാണ് വേണ്ട എന്ന് പറഞ്ഞാൽ ജയൻ ചേർത്തല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊരു കാര്യം ഞാൻ പറയാം. ആ എക്സിക്യൂട്ടീവ് മെമ്പറിൽ ഞാൻ മെമ്പറില്ലാത്തതുകൊണ്ട് ജയൻ ചേർത്തല അത് പുറത്തൊന്നും അയാൾക്ക് പറഞ്ഞുകൂടാന്നൊന്നും അമ്മയിലില്ല. പറഞ്ഞപ്പോൾ അത് ശരിയാണെങ്കിൽ അത് ജയൻ ചേർത്തല പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അതല്ല ശരി. വേണമെന്ന് പറഞ്ഞു ലാലേട്ടൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്തില്ല എന്ന് നിങ്ങൾക്കറിയാം. ഭൂരിഭാഗം ജഗദീഷ് പറഞ്ഞതിനനുസരിച്ച് ഭൂരിഭാഗം ആളുകൾ നിന്നു എന്നാണ് ജയൻ ചേർത്തല പറയുന്നത്. എന്ത് നിന്നു? ഇപ്പൊ വേണ്ട, ഇപ്പൊ വാർത്താ സമ്മേളനം നടത്തണ്ട, നമുക്ക് പഠിച്ചിട്ട് മതിയെന്ന്. ഇത് തന്നെ തമാശ അറിയാം. ഞാൻ അമ്മയിൽ പ്രീവിയസ് എക്സിക്യൂട്ടീവ് മെമ്പറും ഇപ്പം അമ്മയിലൊരു മെമ്പറാണ്. എനിക്ക് പോലും മീഡിയ എന്ന് അറിയേണ്ട അവസ്ഥയുള്ളത് ആലോചിക്കുക. എനിക്കറിയത്തില്ല. അപ്പോൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോൾ മീഡിയ നിങ്ങൾ പറയുന്നത് നമ്മൾ തമ്മിൽ ഇത്തരമുള്ള ബന്ധം വെച്ചിട്ട് അത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് പറയും. ഇങ്ങനെയാണോ ഒരു സംഘടന പോകേണ്ടത്? ഞാൻ ഈ പ്രശ്നം അറിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് എല്ലാ മെമ്പേഴ്സിനും ആദ്യമായി ഞാനൊരു മെയിൽ അയച്ചിരിക്കുന്നു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്രയും പ്രശ്നമായിട്ടില്ല. ആ ഷോ നടക്കുന്ന ആ സമയത്ത് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സമയത്ത് ഞാൻ മെയിൽ അയച്ചു. ഇമ്മീഡിയറ്റ് ഒരു എമർജൻസി ജനറൽ ബോഡി വിളിക്കാൻ അമ്മയുടെ ബൈലോയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിൽ 100% മെമ്പേഴ്സ് വേണ്ട. പ്രൊപ്പോർഷനേറ്റ് ഇത്ര പെർസെൻറ്റേജ് 30+ വന്നാലും നമുക്ക് കണ്ടക്ട് ചെയ്യാം. അത് ഞാൻ വേണ്ടപ്പെട്ട കമ്മിറ്റിയിലുള്ള ഞാൻ പറഞ്ഞാലും ചില മെമ്പേഴ്സൊന്നും ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കാത്ത എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉണ്ട് അമ്മയിൽ. ഞാനില്ല എന്നൊന്നും പറയണില്ല. അത് അവരുടെ ശൈലിയാണ്, എനിക്കത് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്ത മെമ്പേഴ്സും അവിടെയുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. ഓക്കെ, ഞാനൊരു സാധാരണ മെമ്പർ എന്ന രീതിയിലാണ് പറയുന്നത്, ഞാൻ എന്നത്. അപ്പോൾ ആ ഒരു വിളിക്കാൻ വേണ്ടി മെയിൽ അയച്ചു. അത് തിരക്കുകൊണ്ട് ഈ പ്രശ്നം കൊണ്ട് അതിനും എനിക്ക് റെസ്പോൺസ് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് മുന്നേ ഞാൻ കമ്മിറ്റിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് കമ്മിറ്റിക്കല്ല, കമ്മിറ്റിയിലുള്ള ജനറൽ മെമ്പേഴ്സ് എല്ലാം കമ്മിറ്റി മെമ്പേഴ്സും കൂടിയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ അയച്ചത്. കാരണം എല്ലാവരും അറിയിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള. അവരുടെ ഒപ്പീനിയനും വരാല്ല. നമ്മൾ 1-2 ആൾക്കാരൊക്കെ അതിനെ റിയാക്ട് ചെയ്യേണ്ട, മഹേഷ് അങ്ങനെ 1-2 ആൾക്കാർ റിയാക്ട് ചെയ്യേണ്ട. ബാക്കി എന്നെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു ഉണ്ണി ശരിയാണ്, നമ്മൾ ജനറൽ ബോഡി വിളിക്കണമെന്ന്. പക്ഷേ കമ്മിറ്റിക്ക് അയച്ചതിന് എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. കിട്ടുമായിരിക്കും കേട്ടോ, അതില്ലാന്നൊന്നും പറയണില്ല. കാരണം കമ്മിറ്റി ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നത്തിനും തിരക്കിലുമാണ്. ഞാൻ കമ്മിറ്റിയോടും പറഞ്ഞു ഇമ്മീഡിയറ്റ് ഒരു കാരണം എന്നുണ്ടറിയാം, ഇനി നമ്മളെല്ലാ തീരുമാനവും കളക്റ്റീവായി ഇൻട്രസ്റ്റിൽ എടുക്കണം. ഇത് ഒറ്റപ്പെട്ട് എടുത്തു കഴിഞ്ഞുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ ഡിഫറൻസ്. വൈസ് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു, താങ്കൾ പറയുന്നു ജനറൽ സെക്രട്ടറി വേറൊന്ന് പറഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ ഒപ്പീനിയൻ വരുന്നത് അതുകൊണ്ടാണ്. അത് കളക്റ്റീവ്. കാരണം ഇത്തരം ഒരു സിറ്റുവേഷൻ നമ്മൾ ഓവർ റൂൾ ചെയ്യല്ല വേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റിൽ ഇറ്റ്സ് ഹാപ്പനിങ് ഓവർ റൂളിങ്, റൈറ്റ്? ആരൊക്കെയോ ഓവർ റൂൾ ചെയ്യാണ്. അപ്പോൾ സ്കാറ്റേർഡ് ഡയറക്ഷനിലല്ലേ പോണത്. നമ്മൾ ജനറൽ ബോഡിക്കാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പക്സ് ബോഡി എന്ന് പറയുന്നത് അല്ലേ. ആ ബോഡി വിളിച്ചുകൊണ്ട് എല്ലാവരും ഒപ്പീനിയൻ കളക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു സൊല്യൂഷനിൽ ഇതെത്താനും പറ്റും. എനിക്ക് പേഴ്സണലായ ഒരു സജഷൻ എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മളെ റൂളിംഗ് പാർട്ടി, അത് നമ്മുടെ CM ആണല്ലോ ഇതിന് ഇനീഷ്യേറ്റ് ചെയ്ത് WCC പറഞ്ഞതുകൊണ്ട് CM പ്രതിപക്ഷ മേധാവുമായിട്ട് ഇരുന്നു കൊണ്ട്,
കാരണം ഇത് ഇങ്ങനെ കാണുന്ന നമ്മുടെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് ജീവിക്കുന്നതും രണ്ടും അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുണ്ട്. മീഡിയയ്ക്കും ഗുണമുണ്ട്, നമുക്ക് മീഡിയ കൊണ്ട് ഗുണമുണ്ട്, അല്ലാണ്ട് അടികൂടാനല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സൊസൈറ്റി നോക്കിക്കാണുന്ന കാഴ്ചയിൽ ഈ റൂളിംഗ് ആയിട്ടുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ട് നേതാക്കൾ നമ്മൾ ഇരുന്നു കൊണ്ട് ആദ്യം WCC തന്നെ വിളിക്കേണ്ടത്. കാരണം ഹേമ കമ്മിറ്റി ഉണ്ടാവാൻ കാരണം WCC തന്നെയാണ്. സിറ്റുവേഷൻ പറകിലേക്ക് അവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്, അത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്, അതിൽ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല. WCC തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തീർന്നുകൊണ്ട്, കാരണം അവരാണ് നമ്മളെ റൂൾ ചെയ്യുന്നത്. ഏതൊക്കെ പാർട്ടികളുണ്ടോ അതുപോലെയുള്ള പാർട്ടികളും ചേർന്നുകൊണ്ടൊരു കൺസോർഷ്യം കൊണ്ട് ഈ ഇപ്പം ഇത് വിളിക്കുന്നുണ്ട് പറഞ്ഞില്ലേ, വലിയൊരു ചർച്ചകൾ കോൺക്ലേവ് വിളിക്കുന്നുണ്ട്. അതിൽ മുന്നേ ചെയ്യേണ്ടത് അവരും വിളിച്ചുകൊണ്ട് ഇവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുക, അവർ കേൾക്കുക. കാരണം അതിലൊരു അപ്പക്സ് കമ്മിറ്റി ഉണ്ടാക്കണം. സോ ആ വിളിച്ചുകൊണ്ട് ഒരു കളക്റ്റീവ് ഡിസ്കഷൻ നടത്തിക്കൊണ്ട് അല്ലാതെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കോൺക്ലേവ് മൊത്തം മാറ്റത്തിന് ഈ തൊഴിലിലെ സാമ്പത്തികം, വാഷ്റൂം, അതിനെക്കാട്ടി വലിയ വിഷയമാണ് ഇവർ ഫേസ് ചെയ്തത്. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട ആൾക്കാർ ഇത്ര ആൾക്കാർ പറഞ്ഞെങ്കിൽ പറയാത്തത് ഒരുപാട് ആളുണ്ടെന്ന് എനിക്കറിയാം. ഇത്തരം പ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ട്, പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ പറയുന്നത് മണ്ടത്തരാണ്. ആര് വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മലയാള സിനിമയുടെ ഇത്രയും വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള വെച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അന്ന് ഡോറ് മുട്ടിയ പോലെ ഇന്ന് ഡോറ് മുട്ടിയാൽ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവനെ അന്ന് തീർക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സമൂഹത്തിലും അമ്മയിൽ തന്നെ അതുപോലെ ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടും ഫേസ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ കോടതിയിൽ ചിലപ്പോൾ അയാൾ തെറ്റുകാരനായിരിക്കില്ല, അത് കോടതി ആവട്ടെ, പക്ഷേ ആ കുട്ടിക്ക് പറയാനുള്ള വേദിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലം മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുട്ടുന്നവരുണ്ടെങ്കിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവരാദ്യം മനസ്സിലാക്കണം, അവരാദ്യം റിജുവിനേറ്റ് ചെയ്യട്ടെ. അല്ലാണ്ട് അവരെ നമ്മൾ വെള്ളപൂശല്ല വേണ്ടത്. ശരി, അവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ പോട്ടെ, ഈ കുട്ടികൾ പറയട്ടെ. ഈ കുട്ടികൾ പറഞ്ഞതിൽ 1, 2, 3 ചിലപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ തെറ്റായ തട്ടിപ്പുണ്ടാവാം, അതും പുറത്ത് വരട്ടേന്ന്. എന്തിനാണ് നമ്മളിതിപ്പോൾ അടച്ചു വെക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് ഈ കോൺക്ലേവിൽ. ഇരയും നിങ്ങൾ പറയുന്ന വാക്ക് തന്നെ ഞാൻ വിട്ടുപയോഗിക്കുക, എൻ്റെ വാക്കല്ല, ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല. ഓക്കെ, ഒരുമിച്ചിരിക്കാൻ പാടില്ല, ശരിയാണത്. അവർക്ക് പറയാനുള്ള അവരുടെ പ്രൈവസിയെ പറയണം. നമ്മൾ കോടതിക്ക് പോലും അങ്ങനെ ഒരു റൂമില്ലേ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള വേദിയില്ലേ? അപ്പോൾ സർക്കാർക്ക് വേണ്ടപ്പെട്ട എത്ര ആൾക്കാർക്ക് ഒരു ടേം വെക്കുക, അങ്ങനെയല്ല, നമുക്ക് പിന്നീടും കൊണ്ടുപോകണം. അതൊരു നിയമമാവുന്നതിന് മുന്നെയാണ് നമുക്ക് അതേ ചെയ്യാൻ പറ്റൂ. ഇതുവരെയുള്ളവർക്കാർക്ക് എന്ത് വേണം പറയാം. നമ്മളിപ്പോൾ ഇത് ചെറുതായിട്ട് കാണരുത്, ഞാൻ പറയുന്ന വാക്ക് മോശമായിട്ടും ചിത്രീകരിക്കരുത്. ഇപ്പോൾ ടാക്സിൻ്റെ തന്നെ നമ്മൾ ഒരു വർഷം വരെയുള്ള ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ വരൂ, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറയുന്നു. പക്ഷേ ഇതല്ല, എല്ലാവർക്കും വന്ന് അവർക്ക് പറയാനുള്ള ഒരു ബോഡി ഉണ്ടാക്കണം, അപ്പക്സ് ബോഡി. അവർ പറഞ്ഞതിന് ശേഷമൊക്കെ വേണം അതിനൊരു തീരുമാനമുണ്ടായി അതിൽ രഹസ്യമായിട്ട് ആ കുട്ടികൾക്ക് രഹസ്യം പറയാനുള്ള അധികാരം വേണം. ഇല്ലേ? വേണ്ടേ? തീർച്ചയായിട്ടും. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവർക്ക് പറയാനുള്ള വേദി നമ്മൾ തന്നെ ഒരുക്കേണ്ടത്, ഞാനടക്കമുള്ളല്ലേ, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഇത്, റെസ്പോൺസിബിലിറ്റി. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു നിയമസംഹിത ഉണ്ടാക്കിക്കൊണ്ട് നിയമം കൊണ്ടൊന്നും ഇത് പാച്ച് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമാണ്. ഇപ്പം സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു, ഇന്ന് രാജി സമർപ്പിച്ചു. സിദ്ദീഖിൻ്റെ രാജി എങ്ങനെ കാണുന്നു? എന്ത് വന്നാലും അതൊരു ഉചിതമായ തീരുമാനം കൊണ്ടാണല്ലോ പുള്ളി എടുത്തത്. അത് അമ്മയ്ക്കും ഗുണം ചെയ്യും, പുള്ളിക്കും ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടാതെ അത് ആവശ്യപ്പെട്ട കുട്ടിക്കും ഞാൻ പറഞ്ഞ കാര്യത്തിന് അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളതുമായല്ലോ. ശരിയോ തെറ്റോ എൻ്റെ വിഷയമല്ല, കാരണം ഞാനതിൽ ഭാഗവാക്കല്ല, എനിക്കറിയില്ല. അല്ലേ? ശരിയല്ലേ? ആ കുട്ടിയുടെ ഭാഗത്ത് തന്നെയായിരിക്കും 100% ശരി. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ വിഷയമല്ല. ഇത് ഇപ്പം ചാനൽ പല പ്രാവശ്യം ചർച്ച ചെയ്യുന്ന പല വിഷയമുണ്ട്. ഞാൻ അയാളുടെ കൂടിയുണ്ട് ഇയാളുടെ കൂടിയെന്ന് എന്നെ ചിത്രീകരിക്കേണ്ട. ഇത് ആരും പഴിചാരല്ല വേണ്ടത്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ് ഇത്, രാഷ്ട്രീയക്കാരുടെ പ്രശ്നമല്ല. മീൻസ് അങ്ങനെയല്ല, ഭരിക്കുന്നവരുണ്ടാക്കിയ പ്രശ്നമല്ല അത്. നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതിന് നല്ലൊരു സൊല്യൂഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ഫ്രെയിം വെച്ചുകൊണ്ട് ഇത് വൈഡായിട്ട് നോക്കി കാണുക തന്നെ വേണം. ഒറ്റപ്പെട്ട ഒരുപാട് വിക്കറ്റുകൾ വീണു എന്ന് പറയുന്ന വിഷയത്തിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരുപാട് സ്ത്രീകൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2016 ഒരു പെൺകുട്ടി അമ്മയിൽ പരാതിപ്പെട്ടിരുന്നു. വീണ്ടും ആ പെൺകുട്ടി 2018 പരാതിപ്പെട്ടത് 16 കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ സിദ്ദീഖ് പറഞ്ഞ 16 ഓർമ്മ പ്രകാരം 2017 അല്ലേ? ഓക്കെ, 17 പരാതിപ്പെടും, വീണ്ടും പരാതിപ്പെടുന്നു. ഒരു കാര്യം പോലും ആ പെൺകുട്ടിക്ക് വേണ്ടി ഈ താരസംഘടന ഇടപെട്ടില്ല. അന്ന് ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും മെയിലയക്കുന്നു, ഈ ഭരണസമിതിക്ക് വീണ്ടും മെയിലയക്കുന്നു. അപ്പോൾ പറയുന്നു അന്ന് അയച്ച ഇതൊന്ന് പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അന്ന് താരസംഘടനയിലെ തലപ്പത്തിരുന്നവർ കണ്ണു തുറന്നില്ല? അതിൽ പൂർണ്ണമായ ഉത്തരം പറയേണ്ടത് ഞാനല്ല. തീർച്ചയായിട്ടും 2 ഇന്നൊരു ജനറൽ ബോഡി വെക്കാൻ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ മെയിലും കണ്ടിട്ടുണ്ട്, ആ കുട്ടിക്ക് അവിടുന്ന് വന്ന മെയിലും കണ്ടിട്ടുണ്ട്, ഞാനും ആ കുട്ടിയുടെ മെയിലും കണ്ടിട്ടുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട് മെയിൽ. ആ മെയിലും ആ കുട്ടി കാണാം. ഇതൊരു വെന്യുവല്ല ഒരുക്കേണ്ടത്, ഒരു മെമ്പർ എന്ന രീതിയിൽ. അപ്പോൾ താങ്കൾ അയച്ച മെയിലും ആ കുട്ടിക്ക് കാണാലോ. ആ അമ്മയിലുള്ള മെമ്പർ തന്നെയാണ് ആണല്ലോ, അതാണ് അമ്മയിലുള്ള മെമ്പർ. അപ്പോൾ അവർക്കൊക്കെ ഒരു വേദി ഒരുക്കാൻ തന്നെയല്ലേ ഞാൻ പറയേണ്ടത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കമ്മിറ്റി മെമ്പർ അല്ല.
ഓക്കെ, എനിക്ക് അവിടെ കമ്മിറ്റിയിൽ കയറി വോയിസ് ഇല്ല, കമ്മിറ്റിയിലേക്ക് ഒരു മെയിൽ അയക്കാനുള്ള വോയിസ് ആയ മെമ്പറുണ്ട്, അത് ഞാൻ ചെയ്തു. ജനറൽ ബോഡി വിളിച്ചാൽ നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറയും, ഞാൻ സംസാരിക്കും, ഒന്നും സംസാരിക്കുന്ന ആൾ തന്നെ. അന്നും ആ പെൺകുട്ടി അമ്മയിലുണ്ടായിരുന്നതാണ് അന്ന് പരാതിപ്പെടുമ്പോഴും അല്ലേ? അന്നും അമ്മയിലുണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പോഴും അമ്മയിലുള്ള പെൺകുട്ടി, ഇപ്പോൾ ജനറൽ ബോഡിയൊക്കെ വിളിക്കുമ്പോൾ വരുന്ന ഒരു പെൺകുട്ടി അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ? അല്ലെ, ഇപ്പോഴും ജനറൽ ബോഡിയൊക്കെ വിളിക്കുമ്പോൾ അപ്പോൾ ആ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് അത് എഴുന്നേറ്റ് ഒന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലേ? ഒരു ചോദ്യമാണ് കേട്ടോ എൻ്റെ. ആ കുട്ടി അത് കഴിഞ്ഞ് എത്രയോ ജനറൽ ബോഡികൾ നടക്കും. അതായത് നമ്മുടെ ഈ ഇത്രയും കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇലക്ഷന്റെ തിരക്കിലാണ് ഞാനുള്ളത്. ആ കുട്ടി വന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, വന്നാൽ ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണ്ടേ എന്നാണ് ചോദിക്കണം. കാണിക്കണം. ഇനി എന്തുവല്ല കാണിക്കില്ല. ഇനി ധൈര്യം, അതാണ് ഒരു വലിയൊരു വിൻഡോ ആണ് തുറന്നിരിക്കുന്നത്. അതിനെയാണ് ഞാനിപ്പം വീണ്ടും ഒരു സംഘടനയുടെ പേര് എനിക്ക് പറയാൻ അധികാരം ഉണ്ടോ അറിയില്ല. WCCനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, അവർ ഇനീഷ്യേറ്റ് ചെയ്തു. വിഷയം എന്തിൻ്റെ പേരിലാവട്ടെ, ഇതൊരു സാഹചര്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ബ്രോ. ഇല്ലേ? ഇത് സ്ത്രീകളൊക്കെ സംസാരിക്കാൻ തന്നെ വേണം, അവരുടെ കാര്യങ്ങൾ പറയണം, പുരുഷന്മാരും സംസാരിക്കട്ടെ, അവരുടെ വിഷയങ്ങൾ പറയട്ടെ. ഈ ജനറൽ ബോഡി വിളിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ജനറൽ ബോഡി വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത നടപടി എനിക്കൊരു മെമ്പർ എന്ന രീതിയിൽ ചെയ്യാൻ എനിക്കറിയാലോ. ഒരു മെമ്പർ എന്ന നിലയിൽ അടുത്ത നടപടി ചെയ്യാൻ അറിയാലോ. ബൈലോയിൽ നിന്നുകൊണ്ട് അപ്പോൾ അതിനു വേണ്ടി ചലഞ്ച് ചെയ്യും. അത് ഞാൻ പറഞ്ഞത് നടപടി അറിയാമെന്ന് പറഞ്ഞാൽ വാക്ക് ടഫായി പറയണമെന്നില്ല, സോഫ്റ്റ്വെയർ പറഞ്ഞില്ല, എക്സിക്യൂട്ടീവ് പെടാനല്ല ഞാൻ തയ്യാറെടുക്കുന്നത്. ഞാൻ മുന്നെടുത്ത് ചാലഞ്ച് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്ന. ജനറൽ ബോഡി വിളിച്ചില്ലെങ്കിൽ ജനറൽ ബോഡി വിളിപ്പിക്കാനുള്ള പോരാട്ടം തുടരും ആണല്ലോ. ഞാൻ ഇതിൻ്റെ കൂടെയാണ്, ഇതിൻ്റെ അമ്മയുടെ കൂടെയാണ്, അമ്മയുടെ മെമ്പേഴ്സിൻ്റെ കൂടെയാണ്. അമ്മയിൽ ഒരു കുട്ടികൾ എന്നെ ഇതിനിടക്ക് അത് ഓഫ് ബീറ്റായാലും ഓൺ ബീറ്റായാലും പ്രശ്നമില്ല. ഞാൻ മത്സരിച്ചതിന് ശേഷം ഒരു ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വിചാരിക്കരുത്, അവരെ പേര് ഞാൻ പറയുന്നില്ല, ഉണ്ണിമോനെ നീ എനിക്ക് തന്നെ ഇഷ്ടമാണ്, നീ അന്ന് വോട്ടിനെ കുടിച്ചാൽ എൻ്റെ മോനൊരു കല്യാണ ആലോചന വന്നിട്ടില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന് പറയണമെങ്കിൽ അവർക്ക് എന്നെ ഞാൻ അഭിമാനമായിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് നോട്ട് മൈ ഡ്യൂട്ടി അല്ലേ? സോ അതുകൊണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ അത്രയും ബഹുമാനത്തോടു കൂടി ആരുടെയാണെന്ന് ഞാൻ പേര് പറഞ്ഞിട്ടില്ല, അത് ക്ഷമിക്കുക. അതുകൊണ്ട് ഞാനത് തന്നെ ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സിനിമയിലൊന്നും ഞാൻ അഭിനയിച്ച് കാണുന്നുണ്ടോ? അഭിനയിച്ചൊന്നും മോശമില്ലാന്ന് തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ ടൈമും എൻ്റെ സ്വഭാവം കൊണ്ടാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞോളൂ, എനിക്കും വേണം പറയാം, പവറായിട്ടുള്ള പഴയ ആളെന്നെ ഒതുക്കിയെന്ന്. എന്നാൽ എൻ്റെ ചാൻസ് കട്ട് ചെയ്തതായിട്ട് അനുഭവം എനിക്കുണ്ട്. ഒരു വലിയ പടത്തിൽ നിന്ന് എൻ്റെ പേര് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു താരത്തിന് പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് പറഞ്ഞിട്ട് വെറുതെ ഞാൻ പറയണില്ല, എനിക്ക് തെളിവില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും. അല്ല, എൻ്റെ പേര് സ്ക്രിപ്റ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു താരത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അറിവില്ല, അത് കേട്ട് കേൾവി. താരമാണ് വെട്ടിയതെന്ന് സംവിധാനം പറഞ്ഞു. അതൊന്നും ഞാൻ പറയുന്നില്ല, വിട്ടേക്ക്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതുപോലെ അനുഭവമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, എനിക്കതറിയാം, എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2010 കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ഒരു വേറെ വിഷയം, സിനിമയിൽ അഭിനയത്തിൽ മാത്രമല്ല ഇത് നടക്കുന്നത്. ഞാൻ ഇൻഡസ്ട്രി മൊത്തം നന്നാക്കാൻ വേണ്ടി ഒരു ടെക്നോളജിയായി വന്ന് ടിക്കറ്റ് മിഷനായിട്ട് വന്നിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം കാശും പോയി ഡിസാസ്റ്ററായിട്ട് ഞാൻ പോരാടി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അതായത് ആ ഇൻഡസ്ട്രീൻ്റെ വരുമാനത്തിന്, എല്ലാത്തിനും വരുമാനം ഉണ്ടല്ലോ നിലനിൽക്കും, അതിനെ വന്നിട്ട് ചില സംഘടനകളിൽ മേലെ ഇരിക്കുന്ന ചേട്ടന്മാരുടെ കുപ്പായൊക്കെ ഞാൻ കണ്ടതാണ്. എനിക്ക് വന്ന് ചാനലിൽ ഇത് ബഹളം വയ്ക്കുക, പക്ഷേ ഞാൻ കോടതി പോരാടുന്നു, ഇപ്പോഴും പോരാട്ടം തുടരുക. വലിയ കോടികളാണ് പോയിരിക്കുന്നത്. നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ല, അത് ഇൻഡസ്ട്രി കൊണ്ടുള്ളൂ. അപ്പം ഞാൻ വലിയൊരു വിക്ടിമല്ലേ എല്ലാ രീതിയിലും, അത്രേ പറയുന്നുള്ളൂ. അതാണ്. അപ്പം ജനറൽ ബോഡി വിളിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും. അതും അതിൻ്റെ ഇടയിൽ ഒന്നുകൂടി അത് ചേർത്ത് പറയാം, ഇതിലുള്ള മലയാളത്തിലൊരു വലിയ സംഘടനയിൽ വലിയ തലപ്പത്തിരിക്കുന്ന ഒരു ചേട്ടനൊക്കെയാണ് അയാളെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ആ പ്രോജക്റ്റ് പോലും വരാതാക്കി. അല്ല, ഞാൻ അതുകൂടെ അതിനെ ജനറൽ ബോഡി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ആ ടിക്കറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്ത ചെയ്തിട്ടുള്ളതാണ് ഇത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെ ഉടക്ക് നിന്നത് ഒരു സംഘടനയിലെ തലപ്പത്തേക്കുന്ന തലപ്പത്ത് എന്ന് പറഞ്ഞാൽ സംഘടന സപ്പോർട്ടല്ല, തലപ്പത്ത് നിന്നുകൊണ്ട് ആ പവർ ഉപയോഗിച്ച് പുള്ളി പൊളിറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വരാത്തത്. അത് പുള്ളി എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഫിനാൻഷ്യലി കാര്യങ്ങൾ കൂടി പോയിട്ടുണ്ട്. അത് ഞാൻ കോടതി മുന്നിൽ പറഞ്ഞോളാം, എനിക്കത് അറിയാം, പ്രൂവ് ചെയ്യാൻ. കാരണം ചെയ്യാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കുറ്റം പറഞ്ഞു നടക്കുന്ന ആളൊന്നല്ല. ആരെ സപ്പോർട്ട് ചെയ്യാനാണ്? അയാളുടെ പോക്കറ്റ് നിറക്കുക, വേറെ എന്ത് കാര്യമുള്ളത്? ഇത് ടാക്സ് ഇവേഷന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഓക്കെ, അത് BOT പ്രോജക്റ്റാണ്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. ഗവൺമെൻറ് ഒരു പൈസ ചിലവില്ലാത്ത രീതിയിൽ ഗവൺമെൻറ് കങ്കറൻസിലൂടെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അത് നല്ല വിഷൻ കൊടുക്കട്ടെ. ഞാൻ ഈ നല്ല സിനിമയും ചെയ്തിട്ട് എനിക്ക് ചാൻസ് തരായിരിക്കും, ഞാൻ കരഞ്ഞു നിന്നില്ല. വാട്ട് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു ഫോർ ദ ഇൻഡസ്ട്രി ആസ് വെൽ. എനിക്ക് ടെക്നോളജി അത്യാവശ്യം അറിയുന്നുണ്ട്, അത് വെച്ച് ചെയ്തൊരു പ്രോജക്റ്റാണ്. അതും ഒതുക്കിയത് തന്നെയാണ്. അപ്പോൾ ഒതുക്കലില്ല എന്ന് പറയാൻ എങ്ങനെ പറ്റും? പവർ ടീമും ഉണ്ട്, ഒതുക്കലും ഉണ്ട്. ഒതുക്കുക തന്നെയല്ലേ പവർ ഉണ്ടായി എന്താ ചെയ്യുക? ആവശ്യം നേടുക, ഒതുക്കുക. ആവശ്യം നേടിയ വിഷയങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അല്ലേ? പല ആൾക്കാരെ ആവശ്യം നേടിയിട്ട് ഉപേക്ഷിച്ചു, എന്നാൽ ആവശ്യം നേടിയിട്ട് ഉപയോഗിച്ച ആൾക്കാരും ഉണ്ട്.
അതും ഇല്ലാതെ പറയാൻ പറ്റില്ല. അത് അവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും ഇടപെടുന്നില്ല. പക്ഷെ പൊതുവെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ തെളിഞ്ഞു വരണം. ഒരുപാട് ഡെഫിനറ്റ്ലി കുറച്ച് പുരുഷന്മാർ ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പറയാൻ സാഹചര്യം പുരുഷന്മാരിലും ഇഷ്ടമാണ് താങ്കളും ഡെഫിനറ്റ്ലി അല്ലേ. ഞാനൊരു മറ്റേ വേദനിക്കുന്ന പോരാളിയൊന്നല്ല, വേദനിക്കുന്ന ഒരു പോരാളിയാണ്, അങ്ങനെയാണോ പറയുന്നത് പറയാം. ഞാൻ സൊല്യൂഷൻ സീക്കറാണ്. നമുക്ക് സൊല്യൂഷനല്ലേ വേണ്ടത്, പോരാളി കൊണ്ടുവന്ന അവസാനം വരെ പോരാടാം. താങ്കൾ എക്സിക്യൂട്ടീവിൽ ഇരുന്നപ്പോൾ താങ്കൾ പല അഭിപ്രായങ്ങളൊക്കെ മീറ്റിംഗിൽ പറയാറുണ്ട്, അതൊക്കെ നടപ്പാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഉള്ളവർ. ഡെഫിനറ്റ്ലി അതിൽ പാലിച്ചിട്ടുണ്ട്. അമ്മയുടെ ജനറൽ ബോഡി പാസ്സാക്കിയ ഒരു സാധനം ഇതുവരെ എക്സിക്യൂട്ടീവ് പറ്റില്ല. അത് മെമ്പങ്ങൾക്ക് വരുമാനം ഉണ്ടാവുന്ന ഒരു പ്രോജക്റ്റാണ്. അല്ല, ആ പ്രോജക്റ്റ് എന്തായാലും പറയാവുന്നതാണ്. ആ പ്രോജക്റ്റ് അമ്മയിൽ ജനറൽ ബോഡിയിൽ പാസ്സാക്കിയതാണ്. പാസ്സാക്കിയ പ്രോജക്റ്റ് പറയാമല്ലോ. അല്ല, അത് ഇത്രേ ഉള്ളൂ. ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ അതിന് ഒരു എക്സിക്യൂട്ടീവിൽ 1-2 കമ്മിറ്റി മെമ്പർ വന്നത് ചോദിച്ച ചോദ്യം തന്നെ ഞാൻ ഇത്രയും പറയാം. അങ്ങനെ ആരും പറയുമോയെന്ന് എനിക്കറിയില്ല, എനിക്ക് പ്രശ്നമല്ല. ഉണ്ണി അമ്മയിൽ വന്നത് ഉണ്ണിയുടെ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് പെടാനാണെന്ന് അവർ ചോദിച്ചത്. ഞാൻ അവിടെ കയറി എഴുന്നേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിച്ചത്, എൻ്റെ കാശ് മുടക്കി, എൻ്റെ ടെക്നോളജി മുടക്കി, ഞാനും ഉള്ള സംഘടനയിൽ ഇവർക്കെല്ലാം ബെനിഫിറ്റുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞ് ഞാൻ ടേബിൾ അടിക്കുമ്പോൾ വലിയ ഒരു വ്യക്തി കയറി പറഞ്ഞു, അവൻ പറയുന്ന ന്യായമല്ല, ഇത് എക്സിക്യൂട്ടീവ് പഠനം എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിറകിൽ നിന്ന് ചില ആൾക്കാരൊക്കെ പാര വെച്ചപ്പോൾ ഞാൻ തോന്നി, എനിക്ക് അല്ലെങ്കിൽ ടിക്കറ്റിങ്ങിൽ ഒരു കൈപുള്ളി കിടക്കുകയാണ്, ഞാൻ ഇതുപോലെ പ്രോജക്റ്റ് വന്ന് നന്മാക്കി പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടുന്നതുകൊണ്ട് ഞാനും കൂടി ഒന്ന് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്, പിറകിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ സംഭവിക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? പകൽ പോലെ സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്താ പറയുക, 2 മുഖമില്ല. ഒരു പുരുഷനായ താങ്കൾക്ക് പോലും വോയിസ് കുറയുമ്പോൾ ഒരു സ്ത്രീക്ക് എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഏതാണ് സ്ത്രീ? ഏത് സ്ത്രീ ആണെങ്കിലും ഒരു എക്സിക്യൂട്ടീവിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവരൊക്കെ സംസാരിച്ച് തുടങ്ങട്ടെ എന്ന്. ഇപ്പം ഏരിയയില്ലേ? ഇല്ല, ശരിയല്ലേ? എല്ലാവരും സംസാരിക്കട്ടെ. ഇപ്പം എന്നെ ആകെ ഒന്ന് തുറന്ന് പറഞ്ഞ അൻസിഫ് മാത്രമാണ് ഞാൻ കണ്ടെന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഇത് 2 രീതിയുണ്ട്. ഒന്ന് ഉള്ളിലിരുന്ന് പോരാടുക എന്നോ, ഒന്ന് പുറക്ക് വന്ന് പോരാടുക എന്നുള്ളതുണ്ട്. ഇതിൽ പല ഗണത്തിലായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. എന്ത് വന്നാലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേയൊക്കെ എനിക്ക് പല എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളായും ഞാൻ ബഹുമാനിക്കുന്ന സ്ത്രീകളായിട്ടുള്ള അമ്മയിലെ മെമ്പേഴ്സുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, ഐ എം നോട്ട് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അല്ലേ. ഞാൻ അന്നല്ല ലാസ്റ്റ് വാക്ക്. അയാൾ കുഴപ്പമില്ലാത്ത തോന്നിയോണ്ടായിരിക്കുക. അവരെല്ലാം ഉണർന്നിട്ടുണ്ട്. അത് കമ്മിറ്റി ആവട്ടെ, അമ്മ എന്ന സംഘടന ആവട്ടെ, അമ്മയ്ക്ക് ഒന്നും കൂടി ഊർജം കൂട്ടുകയുള്ളൂ, ഓജസ് കൂട്ടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു കൂട്ടായ്മ ശക്തിപ്പെടുന്നു. കൂട്ടായ്മയല്ല, അമ്മ ശക്തമായി വരണം. അതാണല്ലോ അവസ്ഥ. അല്ല, ഈ അമ്മ ശക്തമായി വരുമ്പോൾ ഇനി തലപ്പത്തൊക്കെ ഒരു മാറ്റം വേണമെന്ന്. എടോ, ഞാൻ എൻ്റെ സഹോദരൻ സോറി ടു തരാം, അത് വളരെ ഫ്രീ ആയിട്ട് പറയണം. അമ്മയിൽ അപ്പക്സ് ബോഡിയിൽ തന്നെ സ്ത്രീകളുടെ സാമീപ്യം ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പറഞ്ഞില്ലേ, ലോവർ ബോഡിയും അപ്പർ ബോഡിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേലെ അവിടെയും നല്ല സ്വാധീനത്തിൽ തന്നെ സ്ത്രീകൾ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിലൊരാളാണ് ഞാൻ. പോരെ, അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ വോയിസ് വേണം. ഇപ്പം നമ്മൾ വേറൊരു പോയിന്റ് നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ പറയാം. അമ്മ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, തൊഴിൽ ദാതാക്കളല്ല. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ ഇങ്ങനെ ഒരു കമ്മിറ്റി ആവശ്യമില്ല, കറക്റ്റാണ്. പക്ഷേ ഇൻറ്റേർണൽ ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്മിറ്റി ഉണ്ട്. അമ്മയുടെ ബൈലോയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്, സബ് കമ്മിറ്റി ഫോം ചെയ്യാൻ. നമുക്കൊരു സബ് കമ്മിറ്റി വേണം. സബ് കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അത് പിന്നെ ഇല്ലാതോ ഇല്ലേ ബൈലോയിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ കൂടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സബ് കമ്മിറ്റിയോ ഒരു ഗ്രൂപ്പോ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ള പ്രൊവിഷനൊക്കെ അതിലുണ്ടെങ്കിൽ എഴുതി തീർക്കണമെന്നേ. നിയമം എഴുതി ചേർക്കാവുന്നതല്ലേ, നിയമമായിട്ട് മേലെന്ന് പൊട്ടി വീണിട്ടുണ്ടോ എവിടെയെങ്കിലും? ചാരിറ്റി ആക്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ, അംബേദ്കർ സാറ് ഉണ്ടാക്കിയതല്ല നമ്മുടെ ഭരണഘടന. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കാതെ അവരുടെ ആവശ്യമല്ലേ, നമ്മുടെ മെമ്പേഴ്സിൻ്റെ ആവശ്യത്തിനല്ലേ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ സ്ത്രീകൾക്ക് എന്തൊക്കെ ഗുണമുണ്ടാവേണ്ടത് അതിനെല്ലാം നമ്മൾ നിയമം ഉണ്ടാക്കണം, അമെൻഡ് ചെയ്യണം എന്ന് തന്നെ എൻ്റെ വിശ്വാസം. 17 പേരാണ് കമ്മിറ്റിയിലുള്ളത്. 6 പേരും 11 എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ഒരാൾ രാജിവെച്ചിരിക്കുന്നു, 15ലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പം ജനറൽ സെക്രട്ടറി ആണ്. ഇനി എത്ര നാളത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല, സെക്രട്ടറിയാണ് വരുന്നത്. ഇനി എന്തായാലും അത് എത്ര നാളത്തേക്കാണ് ബൈലോ, എൻ്റെ അറിവ് വെച്ചിട്ട് 6-7 മാസം അല്ല തുടർന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ആ ബൈലോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്ന് പോകാൻ പറ്റില്ല, അതിന് മുമ്പ് ജനറൽ സെക്രട്ടറി വേണം എന്നാണ് ഞാൻ ആ ബൈലോയുടെ ഇതിൽ നിന്നും എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അമ്മയുടെ നല്ല ലോകത്തിലെങ്ങനെയായാലും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചിലപ്പം കുറച്ച് ബോഡി പവർ ഉണ്ടാവും, അവർ സെൽഫ് എടുക്കും, നമുക്കുണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് കൊടുക്കുക, നമ്മൾ എൻഡോസാ ചെയ്യുക. ഇപ്പോൾ ഇവിടെ രാജിവെക്കുന്ന അദ്ദേഹം വേറൊരാളുടേക്ക് ഇത് എൻഡോസ് ചെയ്യുന്നു, ഈ പവർ എൻഡോസ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജനറൽ ബോഡി വരെ ഉള്ളൂ. ഒരു വർഷം ഉണ്ടാവുള്ളൂ. അല്ല, അത് എപ്പോഴും ആവല്ലോ. എമർജൻസി ജനറൽ ബോഡി, എനി ജനറൽ ബോഡി, ഒരു ജനറൽ ബോഡി വരെ ഇതിന് ആയുസുള്ളൂ. അത് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് നിയമം പഠിച്ച് വരണം എന്നുണ്ട് എനിക്ക് ആഗ്രഹം. അതാണ് സത്യം.
അത് അമ്മയ്ക്ക് മാത്രമല്ല എല്ലായിടത്തും തന്നെയാണ്. അപ്പോൾ ഇനിയൊരു ജനറൽ ബോഡി വരെ ഇതിനെ ആയുസുള്ളൂ ഇത് കൊണ്ടുപോകാൻ. ആ ജനറൽ ബോഡി ഒന്ന് പാസ്സാക്കണം. ഇതെന്നെ കണ്ടിന്യൂ ആണെങ്കിൽ അതൊന്നും പാസ്സാകാൻ പോകണില്ല എന്ന് എൻ്റെ വിശ്വാസം. അതിന് പാസ്സായാൽ ആവും എന്ന് പറഞ്ഞു. അപ്പോഴും 17 പേര് വേണ്ടി വരുമ്പോൾ ഒരാളെ കൊണ്ടുവേണ്ടി വരുമോ? ഒരാളെ നമ്മൾ ചേർക്കേണ്ടതായി വരുമോ? അതായത് നമ്മളെപ്പോഴും ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കൈ പൊക്കിയിട്ടും വോട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാലോ. എങ്ങനെയായാലും ഒരാൾ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. പിന്നെ എന്താ, നമ്മൾക്ക് അങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഒരു സീറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനല്ലേ പറഞ്ഞു ഒരു ആയുസ് എപ്പോഴാണ് ഒരു ജനറൽ ബോഡി വരെയേ ഉള്ളൂ. കൃത്യ പോയിന്റ് മനസ്സിലായോ? അവിടെ ഒരാൾ വരുന്നില്ലെങ്കിൽ അമ്മ പറയുന്നത് ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനമില്ലെന്ന് പറയാം. കാരണം പണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനം ഉണ്ടായിട്ടില്ല, അറിയുമെന്നറിയില്ല. അമ്മയുടെ ബൈയിൽ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല, പിന്നീടാണ് ജനറൽ സെക്രട്ടറിയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒമിഷനും മറ്റേതൊക്കെ വരാം. അത് ഭരണഘടനാ ഭേദഗതി ചെയ്യണം. പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. എന്ത് സംശയം എന്താ സംശയം? ജനറൽ സെക്രട്ടറി മാത്രമല്ല, നമ്മുടെ അമ്മയിൽ എപ്പോഴും എന്താ പറയേണ്ടത്, അമ്മ എന്ന ഏത് ഭരണസമിതിയിലും സെക്രട്ടറിമാരാണല്ലോ ഓപ്പറേഷൻസ് ഇൻചാർജ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് അല്ല ആക്ച്വലി, അല്ലേ? ചെയർപേഴ്സണാണ് പ്രസിഡന്റ്, കറക്റ്റ്, ഏത് സംഘടനയിലും. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് തന്നെ സ്ത്രീ വരുന്നുണ്ട്, ആ സ്ഥാനത്തേക്ക് തന്നെ വരേണ്ടത്. അതാണ് മാറ്റത്തിൻ്റെ തുടക്കം, ആണോ അല്ലയോ? തീർച്ചയായിട്ടും. അതിൽ ഏബിളായ ഒരു സ്ത്രീ തന്നെ ജനറൽ സെക്രട്ടറി വരണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആകെ മത്സരിക്കാത്തൊരു പോസ്റ്റ് അതായിരിക്കും. എന്ന് മത്സരം ഉണ്ടായാലും എന്ന് വന്നാലും സ്ത്രീകൾ നിൽക്കുന്ന പോസ്റ്റിൽ ഞാൻ മത്സരിക്കില്ല. കാരണം അതല്ല നമുക്ക് കൊടുക്കാവുന്ന ബാക്ക് പവർ. ഞാനൊന്ന് മത്സരത്തിൽ ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. അതെൻ്റെ സമയത്തിനും കൂടി ഡിപ്പെൻസാണ്. നമ്മൾ പല ജീവിക്കും കൂടി വേണ്ടേ, കുറേ കാശ് പോയി സങ്കടം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും ആ പോസ്റ്റിൽ ഞാൻ ഒരിക്കലും മത്സരിക്കില്ല. സ്ത്രീകൾ തന്നെ ഏത് പോസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ ആ സ്ത്രീയിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല, ഇനി മത്സരിക്കും ചെയ്യും. ജനറൽ സെക്രട്ടറിയാണ് പവർഫുള്ള് ആണല്ലോ, അത് സംഘടനയിലാവണം. സ്ത്രീകൾ വരട്ടെ, അതിനെന്താ തെറ്റ്? സ്ത്രീക്ക് എന്താ പവർ കൊള്ളേ? ഇന്ദിരാഗാന്ധി ഭരിച്ച രാജ്യം. അതാണ് ഒരു പവർഫുൾ ജനറൽ സെക്രട്ടറി ആണ് ഈ സംഘടനയുടെ ഏറ്റവും. ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ ഒരു വനിതയ്ക്ക് ഒന്ന് പറഞ്ഞ ഒരു വനിത തന്നെ ആവുന്ന ഏറ്റവും ഉചിതം ആവട്ടെ, യാതൊരു ഡൗട്ടും ഇല്ല. ആരും എതിർക്കാനും പോകുന്നു തോന്നില്ല എനിക്ക്. ഇപ്പം ഈവൻ ഞാൻ പേരെടുത്ത് പറഞ്ഞുകൂടെ അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നു, ലാലേട്ടൻ അടക്കമുള്ള മമ്മൂക്കി അടക്കമുള്ള അവരൊന്നും അതിന് എതിർപ്പുള്ള ആളൊന്നുമല്ല ഒരിക്കലും. അവരൊക്കെ അതിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ മെമ്പേഴ്സ്. പിന്നെ എന്നെ പ്രശ്നമുള്ളത് അതുകൊണ്ടാണ് എൻ്റെ ഒരു അംബീഷനായിട്ടോ ഓവർ അംബീഷനായിട്ടോ ഞാൻ പറയുന്നു അതങ്ങനെ തന്നെ വരട്ടെ. അമ്മ നന്നാകും. അമ്മയ്ക്ക് എന്താ മോശമുള്ളത്? നിലമേലെ മെമ്പേഴ്സിനല്ലേ പ്രശ്നം. അമ്മയ്ക്കെന്താ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഈ ചാനലിൽ പേര് കാണിക്കുമ്പോൾ ശരിയല്ല എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്ന വാക്ക്, ആ പറയുന്ന പേര് മാറ്റിയ അയാളുടെ അമ്മേനെയും എന്താ വിളിക്കുക? അമ്മയെന്നാണ് വിളിക്കുക. ഞാൻ ആരും പല്ല് കുത്താനോ നെഞ്ചു കുത്താനല്ല. അമ്മയെന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട് അല്ലേ? അമ്മയുടെ കാൽപാദത്തിനടിയിൽ സ്വർഗമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അമ്മയെന്ന പവിത്രമായ പേരുള്ള സംഘടനയാണ് ഇത്രയും വൃത്തികെട്ട പരിപാടികൾ നടന്നു വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സംഘടന എന്ന് പറഞ്ഞു, സംഘടനയുടെ പേരിൽ കീഴിലുള്ള മെമ്പർമാരാണ്, അത് സംഘടനയാണ്. ആ സംഘടന വളരെ വൈകി പല തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ സംഘടനയ്ക്ക് പേരുദോഷം വന്നത്. അതിലുള്ള നിങ്ങളെ പോലെ പോരാടുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും ഹേമ കമ്മിറ്റിയിൽ ഇത്രയും പേജും കാണാത്ത 2 പേജിലും 100% അമ്മേനെ കുറിച്ച് മാത്രമാണ്. അല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാ പ്രൊഡ്യൂസർമാരുടെ പേര് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ഡയറക്ടേഴ്സിൻ്റെ വന്നിട്ടോ ഞാൻ പറയുന്നില്ല. ഇത് പല സ്ഥലത്തും ഉണ്ടാവുന്നതുകൊണ്ട് അതിലൊരു ഭാഗമാണ് അമ്മ എന്ന സംഘടനയിലെ മെമ്പേഴ്സ്, നോട്ട് അമ്മ. അങ്ങനെയാണ് ഗവൺമെൻറ് അമ്മേനെ ഇപ്പം തന്നെ പിരിച്ചുവിടാം. അമ്മ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ലീഗൽ റൈറ്റുള്ള ഒരു ബോഡി മാത്രമല്ല മെമ്പേഴ്സ്. പേരിരിക്കയാൽ എങ്ങനെയാണ് പോവുക? ഒരിക്കലുമില്ല. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും അപ്പോഴും. മെമ്പേഴ്സ് പല ആൾക്കാരും പല രീതിയിലും നല്ല രീതിയിലും മോശത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണല്ലോ അതിൻ്റെ തെളിവുള്ളത്. അത് മാറണം. അതിന് ഞാനൊക്കെ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ആർക്കും ജയിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട് അവിടെ. ഞാനങ്ങനെ ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് എനിബഡി ക്യാൻ ഡു എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും കടന്നു വരാമെന്ന്, ഒരുപാട് സ്ത്രീകൾ വരട്ടെ, ഭൂരിപക്ഷം സ്ത്രീകൾ ഉണ്ടാവട്ടെ എന്നാണ് അത് പറയുന്നത്. എന്താ കുറച്ച് നാൾ പുരുഷൻ ഭരിച്ച പോലെ സ്ത്രീകൾ ഭരിച്ചാൽ എന്താ പ്രശ്നം? അങ്ങനെ പറ്റില്ല പറഞ്ഞാൽ കുറച്ച് മാറിക്കട്ടെ അല്ലേ? അങ്ങനെ സ്ത്രീകളാകട്ടെ ആയാൽ എന്താ പ്രശ്നം? സ്ത്രീകളാണ് മെമ്പറും ആണല്ലോ. എന്താ പ്രശ്നം? ഇതെന്തിനാ അങ്ങനെ കാണുന്നത്? അല്ലാണ്ട് അത് സംഘടനയിലൂടെ വരുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല. അമ്മയിൽ തന്നെ നല്ല സോളിഡായി ചിന്താഗതിയുള്ള ചിന്തിക്കുന്ന സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന സ്ത്രീകളില്ല എന്നാണോ ഹൈദരാലി വിശ്വസിക്കുന്നത്? എന്നെക്കാൾ ഇൻ്റർവ്യൂ ചെയ്ത സ്ത്രീകൾ നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളും അല്ലാതില്ലേ? സോ അവരെല്ലാം ഇനി ഡെഫിനറ്റ്ലി ഈ വിൻഡോ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്. അവർ ചെയ്യും ഡെഫിനറ്റ്ലി. അവരെല്ലാം ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻറ്റ് ടാലൻ്റാണ്. ഇപ്പോൾ താങ്കൾ മെയിൽ അയച്ചിട്ടുണ്ട് ജനറൽ ബോഡി തുറന്നു പറഞ്ഞു, കുറേ സ്ത്രീകൾ വിളിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ പാരലായിട്ടൊരു സംവിധാനം തുടങ്ങിയോ? ഞാൻ സംവിധാനം തുടങ്ങില്ല. അമ്മേൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന, അമ്മയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പാരലായ സംവിധാനം. പാരൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് പാരൽ എന്ന് പറഞ്ഞാൽ സമാന്തര ട്രാക്ക് എന്നാണ്. ഞാൻ അങ്ങനെ സമാന്തര ട്രാക്കിൽ വിശ്വസിക്കുന്ന ആളല്ല. അല്ല, നിങ്ങളുമായിട്ട് പല ആൾക്കാരും ചർച്ച ചെയ്ത് നമുക്ക് ജനറൽ ബോഡി വിളിക്കണം, ഞാൻ ഉണ്ണിയാണല്ലോ, ഉണ്ണി ഒന്ന് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് ആളുകൾ വന്നിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല അതാ പറയുന്നത്. അങ്ങനെയല്ല, ഉണ്ണി ആരോടെങ്കിലും ഉണ്ണി ശിവാൽ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഉണ്ണി ശിവാൽ അപ്പുറം ഞാൻ എന്ന് ഇവരെ കൂടി ഉണ്ടല്ലോ മച്ചാ. മിനിയാന്ന് നിങ്ങൾ അവിടെ വന്നപ്പോൾ അവിടെ ഡാൻസ് റിഹേഴ്സൽ ഉണ്ട്, ഞാൻ അവിടെ ആണി അടിക്കാൻ വരെ അവിടെ കൂടിയുണ്ട്. പിന്നെ എന്നാ പ്രശ്നം? അത് നമ്മുടെ സഹോദരിമാർ തന്നെയല്ലേ അത് നടത്തുന്നത്. അപ്പം നിങ്ങൾ മുന്നോട്ടല്ല വേണ്ടത്. ഞാൻ ബാക്ക് ബെഞ്ചിലാണ്, ഞാൻ പിറകിൽ എന്നും സപ്പോർട്ടിലുണ്ട്. ഞാൻ ഫ്രണ്ട് ബെഞ്ച് മാത്രം ഇരുന്നാലേ വലുതാവുമെന്ന് വിചാരിക്കുന്ന എത്ര നാളിനുള്ളിൽ ജനറൽ ബോഡി വിളിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു മേലിൽ? ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമർജൻസി ജനറൽ ബോഡി ഇത് പെട്ടെന്ന്. ഞാൻ സ്റ്റേറ്റിന്റെ കാര്യം അതുകൊണ്ട് പറഞ്ഞെന്നറിയാം, ഇത് സ്റ്റേറ്റിൽ തന്നെ ഒരു എമർജൻസി ഇഷ്യൂ ആണിത്. അതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കൽ ഇഷ്യൂ പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ സംഘടനയിലും പറഞ്ഞിരിക്കുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. സ്റ്റേറ്റിന് തന്നെ ഒരു എമർജൻസി ഇഷ്യൂ തന്നെയാണിത്. മറ്റേ അടിയന്തരാവസ്ഥ പറഞ്ഞത് വെട്ടും കുത്തും മാത്രമല്ല, ഇങ്ങനെ അതിൻ്റെ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് നന്നായി. അങ്ങനത്തെ പ്രശ്നങ്ങളും വാക്കുകളും വന്നിട്ട് നമ്മൾ ടി വി കാണുമ്പോൾ ഈ ചർച്ചകളിൽ ആ കുട്ടികളുടെ വേദന പറയുന്നെങ്കിലും നമ്മൾ സിനിമ കാണുമ്പോൾ ബീപ്പടിക്കില്ലേ? ബീപ്പടിക്കേണ്ട വിഷയങ്ങൾ പോലും ചാനൽ വരും. കുഞ്ഞു കുട്ടികളും പ്രായപൂർത്തിയാവാത്തവരൊക്കെ ഇത് കാണുന്നുണ്ട്. ചില ചാനലൊക്കെ സോറി ഞാൻ ആ കുട്ടി അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ആ സാഹചര്യമാണ് പോണത്. അപ്പം നെല്ലും പതിരും തിരിച്ചറിയട്ടെ. ഡെഫിനറ്റ്ലി തിരിച്ചറിയാം, ഫിൽറ്ററിങ് തീർച്ചയായിട്ടും അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ഏറ്റവും അടിയന്തരമായി ജനറൽ ബോഡി കൂടണമെന്ന് കൂടുതൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പം എന്തായാലും ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു, ഉണ്ണി ശിവാൽ തുറന്നു, അങ്ങനെ കൂടുതൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും പല ആളുകൾ ഫോണിൽ വിളിച്ചപ്പോൾ ജനറൽ ബോഡി വേണമെന്ന് ആവശ്യപ്പെട്ടവർ എൻ്റെ അടുത്ത് ഫോണിൽ സംഭാഷണം. ജനറൽ ബോഡി തന്നെയല്ലേ ഇനി സൊല്യൂഷൻ ഉണ്ടാവും. മാത്രമേ തീരുള്ളൂ. എല്ലാവരും എക്സിക്യൂട്ടീവ് കൂടി ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരു നിലയിലേക്ക് ഇനി പോകരുത്. അത് ഡേഞ്ചർ ആയിരിക്കും അമ്മയ്ക്ക് എന്നുള്ള സൂചന. അമ്മയ്ക്ക് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, താരങ്ങൾക്കും അതിലെ അംഗങ്ങൾക്കും ഡേഞ്ചർ ആയിരിക്കും. കാരണം ഒരു കാര്യം എന്താ പറയുക, ഇനി ഒരാളെ നമ്മൾ എൻഡോസ് ചെയ്യുന്നു, അയാൾക്കെതിരെ അഴിവെന്ന് അയാളെ രാജിവെക്കുക. അങ്ങനെ രാജിവെക്കുക ക്രിക്കറ്റ് സ്കോറാണോ അത്? അതുകൊണ്ട് അതല്ല വേണ്ടത്. നല്ല സൊല്യൂഷൻ ജനറൽ ബോഡി വിളിക്കുക. അതുപോലെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നല്ല സപ്പോർട്ടുള്ള ഗവൺമെൻറ്റൊക്കെ തന്നെയാണ്, ഒരു സംശയമില്ല. പ്രതിപക്ഷം മോശമൊന്നല്ല. അവർ തൽക്കാലം അവരുടെ ചില ശൈലികൾ വ്യത്യാസം വന്നിട്ട് ഇത് നല്ല അമിക്കബിളായിട്ട് സൊല്യൂഷൻ ആവട്ടെ. അതുകൊണ്ട് സറണ്ടർ ചെയ്യാനല്ല അമിക്കബിൾ സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ 2 വിക്കറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച കാർഡ് വന്നതിന്റെ കൃത്യമാണ് പറയുന്നത്. അത് 2 വിക്കറ്റ് എന്ന് പറയുന്നത് സിദ്ദീഖും രഞ്ജിത്തും ഇന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പല വിക്കറ്റുകളും പോയി ചാനൽ കാണിക്കുന്നതാ പറഞ്ഞത്, എന്റെ ഭാഷയല്ല. അല്ല, അതുകൊണ്ടാണ് നമുക്ക് വിഷമമുണ്ട്. രഞ്ജിത്തും രാജിവെച്ചു. ഇനി തിരിച്ചു പറയട്ടെ. ഇപ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്നു, എൻ്റെ സിനിമ കുഴപ്പമില്ല എന്ന് പറയുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉണ്ണി തെറ്ററിഞ്ഞു, അയ്യോ ഉണ്ണി നീ ഇത് ചെയ്യാൻ പാടുള്ളൂ, അവർക്കൊരു വേദന ഉണ്ടാവില്ല മച്ചാ. ഞാൻ തെറ്റേറം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് ആക്ടേഴ്സ് തമ്മിൽ. ശരിയോ തെറ്റോ? നമ്മൾ കാണാത്ത ആളാണ് ചേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഗുണം ചെയ്തിട്ടാ? അത് ഭാഗ്യമാണ്. ആ ഗ്രേസിലാണ് ഈ ഉറപ്പ് വരുന്നത്, അല്ലേ? ശരിയല്ലേ ഇത്? അപ്പം നമ്മൾ തന്നെയാണ് ആദ്യം ശരിയാവേണ്ടത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വേട്ടക്കാരുടെ ഇരകളെന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ആ വേട്ടക്കാരുടെ പേരുകൾ ഇപ്പം നിങ്ങളെല്ലാം സംശയത്തിന് മുകളിൽ ഉണ്ണിക്ക് എനിക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യമുണ്ട്, ആളുകളുണ്ട്. ഉണ്ണിക്ക് തന്നെ ആളുകൾ നമുക്ക് അറിയാവുന്നവരുണ്ട്, സുഹൃത്തുക്കൾ. ഇവരെല്ലാം ഇങ്ങനെ എന്താണ് പേടിക്കുന്നത് നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ ഈ പേരുകൾ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെടാൻ അമ്മയ്ക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. ഞാൻ ജനറൽ സെക്രട്ടറി ചോദിച്ചാണ്, അപ്പോൾ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമീപിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു സ്ത്രീയുടെയും കൂടി സ്വകാര്യതയാണ്, മനസ്സിലായോ? ഒരു പുരുഷൻ്റെ പേര് പറയുമ്പോൾ ഇത് ഏത് സ്ത്രീ, നമ്മൾ ഇതിനിടയ്ക്ക് ഞാൻ സോഷ്യലി ചിന്തിക്കുന്ന ആളും കൂടിയാണ്. ഒരു ട്രോള് വന്നിട്ടുണ്ടല്ലോ, ട്രോളല്ല, ഒരു 2 ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ, ഇന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ഈ പാവങ്ങൾ അല്ലെങ്കിൽ ഈ മഹാഭാവം ചെയ്യണത്? അതുകൊണ്ട് നമ്മുടെ ഈ മലയാളി അല്ലെങ്കിൽ നമ്മുടെ പൊതുവെ മനുഷ്യനുള്ള ഈ ആക്രാന്തം വേണ്ട. ആ കുട്ടികൾക്ക് സ്വകാര്യമായി പറയണമെങ്കിൽ സ്വകാര്യം പറയട്ടെ, പൊതുവിൽ പറയട്ടെ, നമ്മൾ പേഴ്സ്യൂ ചെയ്യരുത്. അതാണ് എൻ്റെ പോയിന്റ്. ശരിയോ തെറ്റോ? അത് പുറത്ത് വരണമെന്നില്ല. പുറത്ത് വരണമല്ലാന്ന്, ഈ സൊല്യൂഷനല്ലേ വേണ്ടത്? ഇരകൾക്ക് പറയണമെങ്കിൽ പറയട്ടെ. ഇരകൾക്കാണ് സൊല്യൂഷൻ വേണ്ടത്, സൊല്യൂഷനാണ് വേണ്ടത്. ഇത് പറച്ചിലും വാക്കുകൊണ്ട് തീർന്നോ? അപ്പോൾ ഞാൻ അങ്ങനെയല്ലാന്ന് ഞാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞാലോ സൊല്യൂഷൻ ആവുമോ? തർക്കങ്ങളുണ്ട്, തർക്കമാണോ സൊല്യൂഷൻ? ഇനിയും കുറച്ച് കുട്ടികൾ സിനിമയിലൊക്കെ വരാനുള്ളതാണ്. ഇനിയും എൻ്റർടൈൻമെൻറ്റ് മുന്നോട്ട് പോകാനുള്ള AI ഒക്കെ വരുന്ന സാങ്കേതിക വിദ്യ ഉണ്ടാവുന്നു. അത് വരുമ്പം തന്നെ നമ്മുടെ ജോലി പോവാണ്. ഇനി മെഷീൻസ് മതി, എല്ലാത്തിനും മെഷീൻസ് മതി എന്ന് പറഞ്ഞൊരു ലോകത്ത് ജീവിക്കുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഉണ്ണി ശിവാൽ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. നന്ദിയൊന്നും പറയാതെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ലേ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നും ഒളിച്ചു വെക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അമ്മയിൽ നിന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോരാട്ടം തുടരുകയാണ്, ഇപ്പോഴും പോരാട്ടം തുടരുന്നു. ജനറൽ ബോഡിക്ക് വേണ്ടിയുള്ള പോരാട്ടവും തുടരുമെന്ന് കൃത്യമായിട്ട് പിന്നെ ഇത് എല്ലാവർക്കും ഒരു വാണിംഗ് ആണ്, എല്ലാം കൊണ്ടും, അല്ലേ?
ഇതൊരു തുടക്കം മാത്രം ഈ രാജി എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ല, ഒരുപാട് രാജി പ്രതീക്ഷിക്കുന്നത് അവസാനം രാജി എന്ന് പറഞ്ഞപ്പോൾ ഇത് തുടക്കം മാത്രം രാജി. ഇതോടുകൂടി ഒരു ശുദ്ധീകരണം ഉണ്ടാവും. മാറ്റത്തിന്റെ തുടക്കം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തുടക്കമായിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൽ ആർക്ക് വിഷമം തോന്നിയാലും അത് നൺ ഓഫ് മൈ ബിസിനസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആർക്ക് സന്തോഷം തോന്നിയാലും അതും മാത്രമല്ല എൻ്റെ ലക്ഷ്യം. ഓക്കെ. ഇനി ആർക്ക് എന്ത് കാര്യമുണ്ടെങ്കിൽ ആസ് ആൻ അമ്മ മെമ്പർ ഞാൻ എന്നും കൂടെ ഉണ്ടാവുന്നതാണ്, ഇന്നും ഉണ്ടാവും. അതിൽ നിങ്ങൾ പറയുന്ന 2 വിഭാഗം മാത്രമല്ല, അല്ലാത്ത വിഭാഗമുണ്ട്. ഓക്കെ. 2 ഗ്രൂപ്പല്ല, മൂന്നാമതൊരു ഗ്രൂപ്പ്. അതായത് നിങ്ങൾ 2 പറഞ്ഞു ആ വാക്ക് അല്ലാത്ത വേദനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് വിങ്ങിപ്പൊട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇപ്പോൾ ഉടലെടുത്ത് വരേണ്ടത്. അവരൊന്നല്ല, നല്ല രീതിയിൽ പോരാട്ടമാണ് ഇനി കാണാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി അവരൊരു പോരാട്ടം അമ്മയ്ക്കുള്ളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി, ആ അദ്ദേഹത്തിന്റെ പേരും കൂടിയാണ് പാവം. അവരൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി നല്ല കാര്യം തന്നെയാണ്. വരില്ല. അതെ, എല്ലാം നല്ല സംഭവമാണ്. യുഗേ സംഭവിക്കേണ്ട എല്ലാം നല്ലത് സംഭവിച്ചോട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ. ഗോഡ് ബ്ലസ് യു.